യെസ് ഗൈസ്, അപ്പം നമ്മൾ ഉള്ളത് കൊട്ടപ്പാറ ഹിൽസിലാണ്. അതിനു മുമ്പ് കൺഗ്രാചുലേഷൻസ്, ഞങ്ങൾ കാലത്തെ മീറ്റ് ചെയ്ത് വന്ന് ഉച്ചയായപ്പോഴത്തേക്കും ആള് പുതിയ ജീപ്പൊക്കെ എടുത്ത് വന്നേക്കാണ്. അത് ഞാൻ വന്ന് കയറി അപ്പൊ തന്നെ ഐശ്വര്യം വന്നേക്കാം. ബ്രോ പോവാന്നൊക്കെ പണ്ട് പുതിയ വണ്ടിയായിട്ട് വന്നേക്കാണ്. സോ പ്രൗഡ് ബ്രോ. തെന്നലുണ്ട് മച്ചാ നിന്ന്. എടാ നിങ്ങളുടെ ഒരുത്തന ഇവന്റെ ബാക്കിൽ വന്നിക്കോ. ഇവനെങ്ങാലും വീണു പോയി നമ്മൾ അറിയില്ല. അല്ലെങ്കിൽ നമ്മളവിടെ എത്തി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അറിയണത്. എത്തിയാ നമ്മള് അല്ല മേലാണ് വ്യൂ പോയിന്റ്. മേളിലേക്ക് പോയാലും ഈ സെയിം കാണാൻ പറ്റില്ല. ഓഹോ, അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കൊട്ടപ്പാറ വ്യൂ പോയിന്റ് പറയും. കോട ആയതുകൊണ്ടായി ഇപ്പൊ താഴ്ചെത്തിയിട്ടൊന്ന് കാലൊന്ന് പടക്കാം. ഉള്ളി കേറിക്കടാ. നിങ്ങള് ബ്രോ കേറിയിരുന്നോ? അവന്മാർക്ക് കഥ കൊല്ലല്ലേ ആശാനേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ലെറ്റ്സ് ഗോ. ഇപ്പൊ എത്ര ആളെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ 3 വർഷം. ഞാൻ വണ്ടി ഓടിക്കാൻ ഞാൻ ഈ ടൂറിസത്തിന്, അതായത് ടൂറിസ്റ്റുകളെ കൊണ്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുണ്ടാവും. ചെറുപ്പം മുതൽ ഓടിക്കുന്നതാണ്. വീട്ടിൽ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം മുതൽ എക്സ്പീരിയൻസ്. ഞാൻ ചോദിച്ചത്, ഇവിടെ ജനിച്ചു വളർന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്കിപ്പോ ജീപ്പ് ഓടിച്ച് ഈ പണി എടുക്കണം എന്ന് തോന്നുവാണ്. അപ്പൊ ജസ്റ്റ് വെറുതെ അങ്ങ് പോയി ആരെയെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടണത്? അത് നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം, അതായത് ഇപ്പൊ ജീപ്പ് ഓണേഴ്സിന് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ജോലി കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗസ്റ്റിൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയണം, എങ്ങനെ അവരെ മാനേജ് ചെയ്യണമെന്ന് അറിയണം. പിന്നെ ലാംഗ്വേജ് സ്കില്ല് വേണം. ഹിന്ദിയൊക്കെ നിങ്ങൾക്ക് അപ്പൊ എങ്ങനെ അറിയാം? ഞാൻ ഹിന്ദി സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പേരുടെ സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുമല്ലോ. ഇവിടെ അവിടെയൊക്കെ ഫസ്റ്റ് ഞാനൊക്കെ ഗൈഡായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ലാംഗ്വേജ് ഒക്കെ സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജീപ്പില് ഡ്രൈവറായി പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പോ വണ്ടിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് പരിപാടി വന്നു. ഇപ്പൊ 23 ആയി. ബാക്കിലിങ്ങനെ മൈനർ പിള്ളേരാണ്. ഞാൻ മാങ്കുളം ടൗൺ. ഓൾമോസ്റ്റ് ഇവിടെയുള്ള ചെക്കന്മാർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ജീപ്പ്. ഇവിടെയുള്ളവർക്കൊക്കെ ജീപ്പ് ഓടിക്കും. എല്ലാവരും വീട്ടിലെ ജീപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വണ്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. ജീപ്പ് ഓടിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. സാധാരണ വണ്ടി ഓടിക്കുന്നതിന് എളുപ്പമല്ല. ചിലർ ഓടിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഓഫ് റോഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്കിൽ ഇറക്കും, റേസിന് പോകുകയൊന്നും ചെയ്യില്ല. നമ്മളിവിടെ ഇതൊക്കെ നമ്മുടെ ബിസിനസ്സാണ്. നമുക്ക് ഏണിങ്സിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇതെങ്ങനെ പെർ ഡേ ആണോ പേയ്മെന്റ്, അല്ലെങ്കിൽ വീക്കിലി ആണോ മന്ത്ലി ആണോ? ഡ്രൈവർമാർക്കോ? ഒരു ട്രിപ്പിനനുസരിച്ചാ. ട്രിപ്പിന്റെ ലെങ്ത് പോലെ ഇരിക്കും. ചില ട്രിപ്പിന് 500 റുപ്പീസ്, ചിലതിന് 1000 റുപ്പീസ്. ഇപ്പം നമ്മുടെയൊക്കെ സ്റ്റാഫിന് ഒരു ദിവസം ഒരു 1500 ഡെയിലി കിട്ടും. ഒരു ദിവസം മന്ത്ലി എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവും? അല്ലെങ്കിൽ മന്ത്ലി എല്ലാ ദിവസവും വർക്കുണ്ടാവും. എന്തായാലും ഒരു ആവറേജ് ഒരു 30,000-40,000 ഇടയ്ക്ക് അവർക്ക് കിട്ടും ഡ്രൈവർമാർ ഒരു മാസം. നല്ല പരിപാടിയാണ്. അപ്പൊ അവരെ കുറച്ച് പണിയെടുക്കണം. ഒരു ഗസ്റ്റ് വന്ന് അവരെ നന്നായിട്ട് ഡീൽ ചെയ്യണം. കംപ്ലൈൻറ്റ്സ് വരരുത്. അതുകൊണ്ടാണ് ഈ റേറ്റ് കൂടുതൽ കൊടുക്കുന്നത് ഡ്രൈവർമാർക്ക്. സാധാരണ ഒരു ഡ്രൈവറെ കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഗസ്റ്റിനെ ഡീൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഇപ്പൊ ഇന്ന് ആനക്കുളത്ത് പോയി ആനനെ കണ്ടില്ല എന്നിരിക്കുക, അതുകൊണ്ട് അവർ ഹാപ്പി ആവാതിരിക്കരുത്. ബാക്കിയുള്ള പ്ലേസ് കാണിച്ച് കൺവിൻസ് ചെയ്യണം. പിന്നെ ഒരു ടൂറിസ്റ്റിന് നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളെ താല്പര്യമായിരിക്കും. യെസ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എന്ത് വാട്ടർഫോൾസ്? 33 വാട്ടർഫോൾസ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, വെർ ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വാട്ടർഫോൾ ഓഫ് ദ മൂന്നാർ? നിങ്ങൾ ഈ കാണുന്നതാണ് 33 വാട്ടർഫോൾസ്. പുള്ളി പറഞ്ഞത് 33 സ്റ്റെപ്സ് ഉണ്ടാവുന്നതാണ് സഹൽ ബ്രോ പറഞ്ഞത്. നിനക്ക് നീന്തൽ അറിയില്ല, പിന്നെന്താ ഇത്ര ടെൻഷൻ അടിക്കണത്? നീന്തൽ അറിയാത്ത എനിക്ക് നീന്തൽ പഠിക്കാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മകളപ്പാ
വാ ഇറങ്ങാം. വാ ഇറങ്ങി. നമ്മള് ഇറങ്ങുമ്പോ ചെക്കന്മാരെ കൂടെ ഇറങ്ങണ്ടേ? അതല്ലേ മൈൻഡ്, ഒറ്റ മൈൻഡ്. ഏത് മൂഡ്? പൊള്ളി മൂഡ്. ഞങ്ങൾ ഇവിടെ ആനക്കുളത്ത് വന്നാണ് ആനേനെ കാണാനായിട്ട്. ആന എത്തിയിട്ടില്ല, മഴ കാരണം എത്തുന്നില്ല എന്നാണ് കേട്ടത്. ലേറ്റ് ആവുന്നു, ഫുഡൊന്നും കിട്ടാനില്ല. ഫുഡ് തപ്പി ഇറങ്ങിയതാണ്. ഗൈസ് നമ്മളൊരു എത്ര മണിക്ക് വന്നാണ് ബ്രോ? നമ്മളൊരു 6:30-7 മണിയാകുമ്പോൾ ഒരു 2.5-3 മണിക്കൂറായി പോസ്റ്റ്. അന്ന് കാട്ടിക്കൊടുത്ത് തിരിഞ്ഞിട്ടൊന്ന് കാട്ടിക്കൊടുത്ത് പയ്യെ പയ്യെ. അതാണ് ആനക്കുളം. നമ്മളത് ആന ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു 3 hours പോസ്റ്റായി. മഴ പെയ്യുന്നുണ്ട്, ആന ഇന്ന് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് ഇനി തിരിച്ചു പോവാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ നമ്മുടെ പിള്ളേരായിട്ടുള്ള ലാസ്റ്റ് ട്രിപ്പ് അല്ല, ഇന്നത്തെ ലാസ്റ്റ് മീറ്റ് ആണ്. ഞാൻ നാളെ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും മീറ്റ് ചെയ്യാം. ഓക്കെ, പുതിയ പ്ലാൻ നമുക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ച് അധികം ആൾക്കാർ പോകാത്ത എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളൊക്കെ അറിയാലോ. ഇന്ന് ഈ ടൈം പോയ പോലെ ഓക്കെ. അപ്പൊ നമ്മളുടെ എല്ലാ പിള്ളേരൊക്കെ ഇതേ അവിടെ കിടക്കണ ഒരു സൈഡായി കിടപ്പുണ്ട്. ഫ്ലാഷ് ഓൺ ആക്ക്. ഫ്ലാഷ് ഓൺ ആണോ? രാമന്മാരുടെ വരവ് നോക്കി ഓയോന്ന് റേഡിയോ നോക്കി വരില്ല. ഓരോരുത്തന്മാരും സൈഡായി. ഞങ്ങളൊരു 3 മണിക്കൂറിനടുത്ത് പോസ്റ്റായി. എൻ്റെ മുട്ട് പോയിടിച്ച്. ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ടുള്ള ലാസ്റ്റ് നൈറ്റ്. ആനയെ കാണാൻ പറ്റിയില്ല. അപ്പൊ ബൈ ഗൈസ്. യെസ് ഗൈസ്, അപ്പൊ നമ്മളുടെ മൂന്നാറിലത്തെ ഫൈനൽ ഡേ, ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആനക്കുളത്തില് ആനേനെ കാണാൻ വേണ്ടി പോയ സംഭവം മാത്രം നടന്നില്ല. കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പം ഭയങ്കര മഴയും പോകയൊക്കെ ഉണ്ട്. ഈ ടൈമിൽ ആന വരത്തില്ല. സഹലും ഗ്യാങ്ങും പറയുന്നത് എന്തായാലും വരത്തില്ലെന്നൊക്കെ. അല്ല, അപ്പോ നമ്മളുടെ പിള്ളേരുടെ കൂടെയുള്ള ലാസ്റ്റ് ഡേ ആണ്. അടിപൊളിയായിരുന്നു. നമ്മള് പരിചയപ്പെട്ടിട്ട് ഇന്നലെ വൈകിട്ട് പരിചയപ്പെട്ടുള്ളല്ലേ. പക്ഷെ ഇന്ന് രാവിലെ പോയപ്പോഴും ഞാനിവരെ പരിചയപ്പെട്ട് ഇന്നലെ വൈകിട്ടു. പക്ഷെ കുറെ ദിവസമായി ഉള്ള കമ്പനി. അതെ. അപ്പൊ നമുക്ക് ഇനി വരുമ്പോ കാണാം. ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് ഇതുപോലെ പോകണമെങ്കിൽ സഹലിന്റെയും ബ്രദറിന്റെ ആഷിഖിന്റെയും മൂന്നാർ ജീപ്പ് സഫാരി അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ ഗൈസ്. അശ്വതൻ അവിടെ ഉണ്ട്. ബൈ.